ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എഫെസോസ് ലേഖനം 1-ാം അധ്യായം 7-ാം വചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത വിധം നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹന കുരിശുമരണ അനുഭവങ്ങളിലൂടെ കടന്നുപോയി അവിടുത്തെ കൃപയുടെ സമൃദ്ധി പ്രാപിച്ച് അവിടുത്തെ ഉത്ഥാനത്തിലേക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ മഹത്വത്തിലേക്കും ആത്മീയ നിറവിലേക്കും നമ്മൾ വീണ്ടും പ്രയാണം ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടെയും കൂടെ സമൃദ്ധിയോടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യമായ ആത്മാവ് നമ്മളിലേക്ക് ശക്തിയായി നിറയാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ആത്മാവിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളൊന്ന് കൂപ്പാം. നമ്മൾ ഏത് മാധ്യമത്തിലൂടെ ഇപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നാലും ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരുന്നാലും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാം. കണ്ണുകൾ ഒരു നിമിഷം അടച്ച് കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കർത്താവേ, ഈ നല്ല നിമിഷങ്ങളിൽ അവിടുത്തെ വചനത്താൽ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് നിറയ്ക്കുന്ന ഈ നിമിഷങ്ങളിൽ എന്നിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം നിറയാൻ അതീവ ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ പീഡാനുഭവ കുരിശുമരണ അനുഭവങ്ങളിലൂടെ രക്ഷയും ശക്തിയും സ്വീകരിച്ച എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനുള്ള ദാഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ മുറിവുണക്കുന്ന, എൻ്റെ സങ്കടങ്ങളിലേക്ക് കടന്നു വരുന്ന, എൻ്റെ മുറിവുകളിലേക്ക് കരങ്ങൾ നീട്ടുന്ന പരിശുദ്ധനായ ദൈവമേ, നിൻ്റെ കാരുണ്യത്തിലും നിൻ്റെ ശക്തിയിലും സമ്പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം അവിടുത്തെ ആത്മാവിൽ എന്നെ പൂരിതനാക്കണമേ. അവിടുത്തെ ചൈതന്യത്താൽ എന്നെ നിറയ്ക്കണമേ. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് പാപമോചനവും രക്ഷയും എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. എല്ലാ ദൈവമക്കളും കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തട്ടെ, സ്വർഗത്തിലേക്ക് കരം ഉയർത്തട്ടെ. ആദരവും ഹൃദയവും ഒരുപോലെ ദൈവത്തെങ്കിലേക്ക് ഉയർന്നുകൊണ്ട് സ്നേഹത്തോടെ ദൈവനാമത്തെ രക്ഷയ്ക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി വിളിച്ച് സ്തുതിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ചൈതന്യമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എൻ്റെ ജീവിതം നിറയപ്പെടാൻ വേണ്ടി അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. മുറിവുണക്കുന്ന നല്ല ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ മുറിവ് അനുഭവങ്ങളെ അവിടുന്ന് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത്, അങ്ങയുടെ ആത്മാവിൽ ചലിപ്പിക്കുന്നതിനെ ഓർത്ത്, അങ്ങയുടെ ആത്മാവിൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ഭയം നീങ്ങിപ്പോകട്ടെ, അസ്വസ്ഥത നീങ്ങിപ്പോകട്ടെ, രോഗപീഠയുടെ ചിന്ത നീങ്ങിപ്പോകട്ടെ, മരണത്തെക്കുറിച്ചുള്ള ഭയം നീങ്ങിപ്പോകട്ടെ. ദൈവിക ചൈതന്യമായ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഓ യേശുവേ, മുറിവുകളാൽ സൗഖ്യം തരണമേ. ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് താങ്ങിടുമ്പോൾ കഷ്ടതകൾ എന്നെ തളർത്തുകില്ല. ശക്തിയോടെ പാടാം. ദൈവത്തിന്റെ കരം എന്നെ താങ്ങിടുമ്പോൾ കഷ്ടതകൾ എന്നെ തളർത്തുകില്ല. കർത്താവിന്റെ കണ്ണുനീർ തുടച്ചിടുമ്പോൾ ക്ലേശങ്ങൾ എന്നെ തളർത്തുകില്ല. കർത്താവിന്റെ കണ്ണുനീർ തുടച്ചിടുമ്പോൾ ക്ലേശങ്ങൾ എന്നെ തളർത്തുകില്ല. ദൈവത്തിന്റെ കരം എന്നെ താങ്ങിടുമ്പോൾ കഷ്ടതകൾ എന്നെ തളർത്തുകില്ല. ആശ്വാസം തേടി ഞാൻ അലഞ്ഞിടുമ്പോൾ എന്നെ വിശ്വാസ വഴിയിൽ നടത്തിടണേ. ആശ്വാസം തേടി ഞാൻ അലഞ്ഞിടുമ്പോൾ എന്നെ വിശ്വാസ വഴിയിൽ നടത്തിടണേ. പാപത്തിന്റെ കുഴിയിൽ ഞാൻ വീണിടുമ്പോൾ അനേക മനസ്സുകൾ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിപാലനയുടെ ശക്തി അനുഭവിച്ചറിയട്ടെ. ഓരോ മനസ്സുകളിലേക്കും ഇപ്പോൾ തന്നെ ഒരു ആത്മീയ ശക്തി വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒരിക്കൽ കൂടെ ഉയർത്തി ആ ദൈവത്തിന്റെ ചൈതന്യമായ ശക്തി എന്നിലേക്ക് നിറയാൻ, ഹൃദയത്തിലേക്ക് നിറയാൻ എല്ലാവരും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എന്നെ താങ്ങുന്ന, എൻ്റെ തളർച്ചകളിൽ, എൻ്റെ വീഴ്ചകളിൽ എന്നെ ഉയർത്തുന്ന, എന്നെ കരം പിടിച്ച് നടത്തുന്ന അങ്ങയുടെ കരങ്ങളുടെ ശക്തി തിരിച്ചറിയാൻ
അങ്ങയുടെ കരബലം ദൈവമേ എന്നെ ശക്തിപ്പെടുത്തട്ടെ. അങ്ങയുടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വീണ്ടും പ്രവർത്തിച്ച് ആ കരബലം പ്രകടമാക്കണമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കണ്ണുകളടച്ച്. കർത്താവേ, സഹനത്തിൽ തളരാതെ, പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ബലം തരണമേ. എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. പൂർണ്ണമായും എൻ്റെ ജീവിതത്തെ അങ്ങിൽ സമർപ്പിക്കുന്നു. ശക്തിപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഈശോയുടെ തിരുവുദ്ധാനത്തിന് ശേഷം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വായനകളിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിനെ തെല്ലൊന്ന് വേദനിപ്പിച്ച ഒരു വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 21:24 വചന. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ വിശുദ്ധ തോമാശ്ലീഹ പകർന്നു തന്ന വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനം എന്നുള്ളത് കൊണ്ടായിരിക്കാം വായിച്ചപ്പോൾ സങ്കടം തോന്നി. പക്ഷെ എന്താണ് തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് ഒരു കാര്യമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർക്കാണ്, സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ തോമാശ്ലീഹയ്ക്കാണ് ഒരു ധൈര്യം ഉണ്ടായിരുന്നത്. 19 വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യം എന്താണ്? ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കഥ കടച്ചിരിക്കെ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പം നോക്കിക്കേ, അവരെല്ലാവരും ഭയപ്പെട്ട് കഥ കടച്ചിരിക്കുക. പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് വല്ലാത്ത ഭയപ്പാടാ ഉള്ളിൽ. എല്ലാവരും ഭയന്ന കഥ കടച്ചിങ്ങനെ ഇരിപ്പാ. ഇവിടെ ധൈര്യശാലി ഒറ്റയാളുള്ള ആര്? അത് നമ്മുടെ സ്വന്തം തോമാശ്ലീഹയ്ക്ക് മാത്രമാണ്. തോമാശ്ലീഹയ്ക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങി ഇതിലൊക്കെ നടന്ന് കാര്യങ്ങളൊക്കെ വീക്ഷിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഗതികേടെന്ന് പറയണം, സങ്കടകരമെന്ന് പറയണം, ആ സമയത്താണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. തോമാശ്ലീഹ കയറി വന്നപ്പോൾ ബാക്കി എല്ലാവരും വലിയ വീമ്പിളക്കലാ. ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, കയ്യ മുറിവ് കണ്ടു, കാല മുറിവ് കണ്ടു, നെഞ്ചത്ത് മുറിവ് കണ്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും വലിയ വീമ്പടിയാ. സഹിക്കുമോ തോമാശ്ലീഹയ്ക്ക്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇത്രയും ഒരൊറ്റപ്പെടലിൻ്റെ വേദന, ഇത്രയും ഒരു തിരസ്കരണത്തിൻ്റെ വേദന തോമാശ്ലീഹയ്ക്ക് എന്തു തോന്നിയിട്ടുണ്ടാകും? എന്തു ദേഷ്യം തോന്നിയിട്ടുണ്ടോ? കർത്താവാണേലും ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ? ഞാൻ മാത്രം ഒരു ധൈര്യശാലിയായിട്ട് പുറത്തിറങ്ങി നടന്നു, ബാക്കിയുള്ളവന്മാർ പേടിച്ചുകൊണ്ടന്മാരൊക്കെ ഇതിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ ഒരല്പം ധൈര്യം ഉണ്ടായ പുറത്തിറങ്ങി നടന്ന് എനിക്ക് കർത്താവിന് ദർശനമില്ല. ബാക്കിയെല്ലാവരും എന്നെ തട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കിയേ തോമസിൻ്റെ മനസ്സിൻ്റെ സങ്കടം എന്നാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാനിവിടെ ഓർക്കുന്നത് സങ്കടങ്ങളിലേക്ക് കടന്നു വരുന്നൊരു കർത്താവുണ്ട്. കർത്താവിന് ഈ തോമസിൻ്റെ സങ്കടം മുഴുവൻ ഉള്ളിൽ വ്യക്തമായി. 7 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രത്യക്ഷപ്പെടൽ. അവിടെ പ്രത്യക്ഷപ്പെട്ട ഉടനെ വിളിക്കുന്നത് വേറെ ആരെയല്ല, വേറൊന്നുമല്ല, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ഉടനെ വിളിക്കുക, തോമസ് നീ എവിടെ വരിക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പേര് ചൊല്ലി ഒറ്റ വിളി, വേറെ ആരുടെ പേര് വിളിക്കുന്നില്ല കേട്ടോ. അതിനുമുമ്പ് പ്രത്യക്ഷപ്പെട്ടവരുടെയോ സ്നേഹിക്കുന്നതെന്ന് പറയുന്ന ശിഷ്യൻ്റെയോ ശിഷ്യപ്രമുഖൻ എന്ന് പറയുന്ന പത്രോസിൻ്റെ ഒന്നും പേരില്ല കേട്ടോ. ഒറ്റ വിളിയാ, തോമസ് നീ ഇവിടെ വരിക, എൻ്റെ കൈകൾ കാണുക, എൻ്റെ പാർശ്വം കാണുക. സ്നേഹമുള്ളവരെ, തോമാശ്ലീഹയുടെ മനസ്സിൻ്റെ നൊമ്പരവും സങ്കടവും ഒറ്റപ്പെടലിൻ്റെ വേദനയും മുഴുവൻ മനസ്സിലാക്കിയ കർത്താവ് എത്ര മനോഹരമായിട്ടാണ് തോമാശ്ലീഹയുടെ മനസ്സിൻ്റെ മുറിവുണക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു ക്രിസ്തു ഉണ്ട്. അത് അനേക രോഗികൾക്ക്
സൗഖ്യം നൽകുന്ന ഒരു കർത്താവാണ്. ശരീരത്തിന് സൗഖ്യം നൽകുന്ന ഒരു കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തു മനസ്സിൻ്റെ മുറിവുണക്കുന്ന ഉടയവനാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ആന്തരിക മുറിവുകൾ ഏത് കാലഘട്ടത്തിൽ, ഏത് അവസ്ഥകളിൽ, ഏത് അനുഭവത്തിലൂടെ നിന്നിലേക്ക് പ്രവേശിച്ചോട്ടെ, ആ മുറിവുകളെ ഉണക്കാൻ ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കേ, ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞ് നിൻ്റെ ശരീരത്തിൻ്റെ രോഗം മാറ്റാൻ മാത്രം കഴിവുള്ള ഒരു കർത്താവല്ല, മറിച്ച് നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ആന്തരിക മുറിവുകളും, ഏത് ഒറ്റപ്പെടലിൻ്റെ നൊമ്പരങ്ങളും, ഏത് ഭയപ്പാടുകളും, ഏത് അസ്വസ്ഥതകളും നീക്കാൻ പറ്റുന്ന ഒരു കർത്താവ് നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ആ ദൈവത്തിങ്കിലേക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ മുറിവും സങ്കടവും വേദനയും ഒറ്റപ്പെടലും തിരസ്കരണങ്ങളും അപമാനങ്ങളും വേദനകളും മുറിവുകളും ഒക്കെ ചേർത്ത് വെച്ച് ആ മുറിവുകളാലൊന്ന് സുഖം പ്രാപിക്കാൻ എസ്ഐ 53:5 അവിടുത്തെ ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവിടുത്തെ ക്ഷതങ്ങളാൽ, അവിടുത്തെ മുറിവുകളാൽ നാം സൗഖ്യമാക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ മുറിവുകളോട് ചേർത്ത് വെച്ച് സുഖപ്പെടണം. കാരണം എന്താണ്? തിരസ്കരണത്തിൻ്റെ നൊമ്പരം അത്രമേൽ അനുഭവിച്ചൊരു കർത്താവാണ്. ഗെത്സമനിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രമേൽ നിദ്രാഭാരമൊന്നും ഇല്ലാതിരുന്നിട്ടും ഉറങ്ങുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നത്. 1 മണിക്കൂർ പോലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത വിധത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു ശിഷ്യത്വത്തിൻ്റെ ദയനീയത നമ്മൾ ദർശിക്കുക. പക്ഷെ കർത്താവിന് പരാതിയില്ല. കാരണം എന്താ? ഇതുപോലെ മുറിവേൽക്കുന്ന, ഇതുപോലെ ഒറ്റപ്പെടുന്ന, ഇതുപോലെ വേദനിക്കപ്പെടുന്ന, ഇതുപോലെ തിരസ്കരിക്കപ്പെടുന്ന അനേക ജീവിതങ്ങളിലേക്ക് സൗഖ്യവും രക്ഷയായിട്ട് കടന്നു ചെല്ലണമെങ്കിൽ കടന്നു പോകേണ്ട ഒരൊറ്റപ്പെടലിൻ്റെ വേദനയുടെ അനുഭവമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ചില വ്യക്തികളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, അവരന്ന് സങ്കടത്തോടെ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ, ആ കുടുംബം എൻ്റെ മുമ്പിൽ അന്ന് വേദനയോടെ വന്നപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. കാരണം ഞാനത് അതുപോലെ അനുഭവിച്ചവനാണല്ലോ, ഞാൻ എങ്ങനെയാണ് അതിനെ മറികടന്നത് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ പറ്റി നന്നായിട്ട്. അത് അവർക്കൊത്തിരി സ്വീകാര്യമായി, ഒരുപാട് ആശ്വാസമായി. അവർ സന്തോഷത്തോടെ മടങ്ങിയതാണ്. ആത്മീയ ശുശ്രൂഷ മേഖലയിൽ വ്യാപരിക്കുന്ന പല വ്യക്തികളും പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യമായത്. വേറൊന്നുകൊണ്ടല്ല, ഒരു മനുഷ്യൻ്റെ സങ്കടം ജീവിതത്തിൽ അനുഭവിച്ചവനാണ് അപരൻ്റെ സങ്കടത്തെ അത്രമേൽ ആഴത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ പ്രിയപ്പെട്ടവർ വേർപ്പെട്ടതിൻ്റെ ചില സങ്കടമായിട്ട് വരുന്ന മനുഷ്യർ, ഞാൻ അവരോട് സ്നേഹത്തോടെ പറയും, എൻ്റെ അമ്മ ഒരുപാട് കാലങ്ങൾ മുമ്പേ മരിച്ചു. എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അമ്മയോട്, അമ്മയ്ക്ക് എന്നോട് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ ഈശോ അമ്മ എടുത്തു. ഞാൻ എന്നാ ചെയ്യാനാ? ഞാൻ സാവധാനം അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാൻ ഓർക്കേണ്ട, ഇത് പറയുമ്പോൾ കരഞ്ഞു കലങ്ങുന്ന കണ്ണീരിന് എവിടെയൊക്കെയോ ചില തിളക്കങ്ങളാണ്. ആ കണ്ണീരിൻ്റെ ഉറവയൊക്കെ സാവധാനം നിശ്ചലമാകുന്നത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ലോകത്തിൽ ഏതൊരു വ്യക്തി എത്രമേൽ സങ്കടം അനുഭവിക്കുമ്പോഴും അവന് നോക്കാനൊരാളുണ്ടെന്ന്. കാരണം അവൻ്റെ സങ്കടങ്ങളുടെ പാരമ്യത്തിലൂടെ കടന്നുപോയ ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് മുറിവോ വിഷമതയോ പ്രയാസമൊക്കെ ആയിക്കോട്ടെ, അവിടെ നിനക്ക് ആ കർത്താവിലേക്ക് സമർപ്പിച്ച് ആശ്വാസം പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതൊരു സത്യമാണ്. മുറിവുണക്കുന്ന വേദന കാണുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കാലഘട്ടത്തിലൊക്കെ 2-3 പേരോട് വർത്തമാനം പറയാൻ പേടിച്ചിരുന്ന ഒരു കാലം. ആരെങ്കിലുമൊക്കെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഭയപ്പാടാണ്. അപ്പം തന്നെ വെട്ടി വേർക്കാൻ തുടങ്ങും. ഒരു സദസ്സിന് മുമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റത്തില്ലാത്തൊരു കാലം. അത് മാത്രമല്ല, പഠന മേഖലകളിലും മറ്റ് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ എനിക്കുള്ള കഴിവുകൾ കൂടെ പ്രകടിപ്പിക്കാനായിട്ട് എൻ്റെ ഭയപ്പാട് മൂലം പിൻവലിയുന്ന ഒരു കാലഘട്ടം. അന്നൊക്കെ ഈ നൈക്കമ്പറമ്പിലച്ഛൻ്റെയും പനക്കലച്ഛനൊക്കെ കൺവെൻഷൻ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിക്ക് കൂട്ടായിട്ട് എന്നെ കൂട്ടിയിട്ട് പോകും. ഈ തീക്ഷ്ണതയുള്ള അച്ഛന്മാർ ഇങ്ങനെ വിളിച്ചു പറയും, നിങ്ങളുടെ ഭയപ്പാടുണ്ടോ, വിഷമത ഉണ്ടോ, ആരെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു പ്രത്യേക പേടി മനസ്സിനെ അലട്ടുന്നുണ്ടോ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് ശക്തി തരും. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കറിയാമല്ലോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പം അമ്മച്ചി എന്നോട് പറയും, അച്ഛൻ പറഞ്ഞ കേട്ടോടാ, നിനക്ക് പേടിയൊക്കെ മാറാനേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, നിനക്ക് പഠിക്കാൻ ബുദ്ധി കിട്ടണമെങ്കിലേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ പരിശുദ്ധാത്മാവിനോട് എങ്ങനെ പ്രാർത്ഥിക്കും? പ്രിയപ്പെട്ടവർ, വെറുതെ ഒരു ഇമാജിനേഷൻ പോലും മനസ്സിലില്ലല്ലേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ വെറുതെ അങ്ങ് പറയുകയാണ്, പരിശുദ്ധാത്മാവേ ശക്തി തരണമേ, പരിശുദ്ധാത്മാവേ ഭയം മാറ്റണമേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ ഓർക്കുക സ്നേഹമുള്ളവരെ, ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ ദിവസം തന്നെ എൻ്റെ പേടി മാറിയൊന്നുമില്ല കേട്ടോ.
പിറ്റേ ദിവസം തന്നെ പേടി മാറിയൊന്നുമില്ല കേട്ടോ. പക്ഷെ നാളുകൾ മുമ്പോട്ട് പോയപ്പോൾ ഒരുപാട് ഭയപ്പാടിൻ്റെ അടിമത്തങ്ങൾ എൻ്റെ ജീവിതത്തെ വിട്ടകലാനായിട്ട് കാരണമായെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. അന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലം എന്നിൽ പ്രകടമായത് കാലാന്തരത്തിൽ ഇതുപോലെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ മുറിവണക്കാൻ പറ്റുന്ന ഒരു കർത്താവ് എന്നിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട്, അവിടുത്തെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് എൻ്റെ സകല ഭയത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചനം നൽകും. റോമ 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്ര സ്വീകരണത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. നോക്ക്, അതുകൊണ്ട് നമ്മളൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഏത് ആത്മാവിനെയാണ്? ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല കേട്ടോ, മറിച്ച് പുത്ര സ്വീകരണത്തിൻ്റെ ആത്മാവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ കൃപ കൊണ്ട്, ഈ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയപ്പെടണം. സുവിശേഷത്തിലുടനീളം ഇങ്ങനെ കടന്നു പോകുമ്പോൾ മനോഹരമായിട്ടാണ് മുറിവുണക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുക. ഞാൻ പറഞ്ഞു, രോഗികളെ സുഖപ്പെടുത്തുന്ന ഒരു കർത്താവിനെ നമ്മൾ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? പക്ഷെ മനസ്സിൻ്റെ മുറിവുണക്കുന്ന കർത്താവിനെ നമ്മൾ ഇങ്ങനെ സുന്ദരമായിട്ട് കാണുന്ന അവിടേക്കിടെയൊക്കെ നമ്മൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5 ബെത്സൈദ കുളക്കര കിടക്കുന്ന തളർവാദ രോഗിയെ കാണുന്നത്. 38 വർഷമായി കിടപ്പ് തുടങ്ങിയിട്ടില്ലേ? അവൻ്റെ പക്കലേക്കാണ് കർത്താവ് കടന്നു ചെല്ലുന്നത്. എന്തു വേദന ഉണ്ടാവും എൻ്റെ മനസ്സ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഈ 38 വർഷവും ഈ മഞ്ഞും കൊണ്ട്, വെയിലും കൊണ്ട്, മഴയും കൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയാ. കഴിഞ്ഞ നാളുകളിൽ വന്നവരും സുഖം പ്രാപിച്ച് പോയിട്ടുണ്ടില്ലേ? അപ്പം ഇവൻ്റെ വേദന എന്നായിരിക്കും? ഇതൊരു വിഷമമായിരിക്കും ഉള്ളിൽ. എത്ര പേരോട് അസൂയയും എന്തേറെ സ്വാർത്ഥതയൊക്കെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ടാവും. എത്രയോ പേരോട് ചിലപ്പോൾ പക തന്നെ ഉള്ളിലുണ്ടാവില്ലേ? പക്ഷെ നോക്ക്, ഈ 38 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നവൻ്റെ പക്കലേക്ക് കടന്നു ചെന്ന കർത്താവിൻ്റെ ഒരു ചോദ്യമാണ്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? തികച്ചും അനുചിതമായ ഒരു ചോദ്യം അല്ലേ? വേറെ എന്നത്തിന് അവനോടെ കിടക്കുന്നത്? ഈ 38 വർഷം അല്ലെങ്കിൽ ഈ കിടന്ന കിടപ്പയോടെ കിടക്കുവോ? ഇല്ല. പക്ഷേ കർത്താവിനോട് ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? തുടർന്നുള്ള വചനഭാഗത്തൂടെയാണ് സ്നേഹമുള്ളവർ ഇതിൻ്റെ ആഴാർത്ഥം നമ്മൾ മനസ്സിലാക്കുക. കാരണം അവൻ പറയുന്നത് എനിക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെന്നോ ഇല്ലെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തർക്കുത്തരവോ ഒന്നുമല്ല പറയുന്നത്, മറിച്ച് അവൻ പറയുന്ന ഒറ്റ സങ്കടമാണ്, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഇത് മനസ്സിൻ്റെ ഒരു വല്ലാത്ത വേദനയാണ് കേട്ടോ. ആരുമില്ലെന്നുള്ളതായ ഒരു സങ്കടം മനുഷ്യ മനസ്സിനെ മതിക്കുന്നിടത്തോളം വേറെന്ത് വേദന ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്? ദാരിദ്ര്യമോ കഷ്ടതയോ വേർപാടോ മറ്റു കാര്യങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്താം, പക്ഷേ ആരുമില്ലാത്തതിൻ്റെ ഒരു സങ്കടം അത് വളരെ വലുതാണ്. ഒരുപക്ഷെ സ്നേഹിക്കുന്നവരുടെ ഒരു മിസ്സായ കോള് കാണുമ്പോൾ പോലും മനസ്സിനൊരു കുളിർമയില്ല. കാരണം എന്താണ്? അവരെന്നെ വിളിച്ചല്ലോ, എന്നെ ഓർത്തല്ലോ. ഇതാണൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ആരും ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു വേദന. അപ്പോൾ അവൻ പറഞ്ഞു വെക്കുന്ന സങ്കടതാ, എനിക്ക് ആരുമില്ല. പ്രിയപ്പെട്ടവർ, ആരുമില്ലെന്ന് പറയുന്നവൻ്റെ ഈ മനസ്സിൻ്റെ വേദനകളെ ഇങ്ങനെ പുറത്തെടുത്തിട്ടാണ് കർത്താവിനെ സുഖപ്പെടുത്തുക. ആരുമില്ലാത്ത നിനക്കേ ഞാനുണ്ട്. എന്നിട്ട് പറയാണ്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക, തൽക്ഷണം സുഖപ്പെടുക. ഞാൻ ഓർക്കുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യം എങ്ങനെ കടന്നു വരിക? ആദ്യം അവൻ്റെ ആരുമില്ലെന്നുള്ള വേദനകളെ കർത്താവ് ഞാനുണ്ട് എന്നുള്ള തൻ്റെ സാന്നിധ്യം കൊണ്ട് മാറ്റിയെടുത്തതിന് ശേഷമാണ് അവൻ സൗഖ്യത്തിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ സൗഖ്യമാണ് ജീവിതത്തിൻ്റെ സൗഖ്യം. അതാണ് സുഭാഷിതം 18:14 വചനത്തിൽ നമ്മൾ വായിക്കുക, ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും? അപ്പോൾ നോക്ക്, ഉന്മേഷമുള്ള മനസ്സ് രോഗത്തെ സഹിക്കുന്നതാണ്. ചില രോഗങ്ങളൊക്കെ ചിലർക്ക് അസഹനീയമാണ്, താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാൻ കാരണം എന്താണ്? വേറൊന്നുമല്ല, അതിനെ താങ്ങാനുള്ള കരുത്തവർക്കില്ല. മനസ്സ് ശക്തി നഷ്ടപ്പെട്ടു പോയി തളർന്നു പോയിരിക്കുക. ചില രോഗത്തിൻ്റെ സങ്കടങ്ങളിലൊക്കെ കിടക്കുന്ന മനുഷ്യർ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന കണ്ടിട്ടുണ്ട്. അവർ പറയാ, അയ്യോ എൻ്റെ വേദന എന്ന് പറയുന്നത് എന്നെ ഇങ്ങനെ ഇവരൊക്കെ ശുശ്രൂഷിക്കേണ്ട വരുന്നല്ലോ, ഇവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ആ ദുഃഖമാണ്, ഈ രോഗമൊന്നും സാരമില്ല.
അവരുടെ മനസ്സിനൊത്തിരി ശാന്തി ഉണ്ടെന്നേ, അവരുടെ മനസ്സിന് ഒരുപാട് ഉന്മേഷം ഉണ്ടെന്നേ. ഇങ്ങനെ ജീവിതത്തെ നോക്കിക്കാണാനായിട്ട് പറ്റുക എത്ര സുന്ദരമാണ്. അതാ ഞാൻ പറഞ്ഞത്, കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ തൊട്ട് കഴിഞ്ഞാൽ ആ ജീവിതം എന്ന് പറയുന്നത് സൗഖ്യത്തിൻ്റെ ജീവിതമാണ്, ആ ജീവിതം എന്ന് ആനന്ദത്തിൻ്റെ ജീവിതമാണ്. പിന്നെ ഒന്നും അവനെ അലട്ടാൻ പറ്റത്തില്ല. ഏത് സഹനം കൊടുത്താലും പിശാചിന് അവരുടെ ജീവിതത്തെ അടിമപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എന്നാണ്? അവരുടെ മനസ്സ് മുറിവാക്കാത്തതാ കർത്താവിൻ്റെ കണക്ക്. നോക്ക്, കർത്താവിൻ്റെ ശരീരത്തിലുള്ള മുറിവുണ്ട്, പക്ഷേ അവൻ്റെ മനസ്സ് മുറിവേറ്റിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായിട്ടാണ് കർത്താവ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നില്ലെന്ന് ഓർത്ത് നോക്കിയേ. പ്രിയപ്പെട്ടവർ, ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മേലെ മെക്കിട്ട് കയറുന്നവരില്ലേ, വെറുതെ അനാവശ്യമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നവരില്ലേ, കണ്ണി കാണുന്ന സകല കാര്യത്തിനും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരില്ലേ, ഓരോ കാര്യത്തിനും നമ്മളെ മുറിവേൽപ്പിച്ച് വേദനിപ്പിക്കുന്നവരില്ലേ. ചിന്തിച്ചു നോക്കിയേ, എന്താ കാര്യം? ഒറ്റ കാര്യമോ തിരിച്ചറിയേണ്ടതുള്ളൂ കേട്ടോ. ഇനിമേൽ ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്നവരെ, ഇങ്ങനെയൊക്കെ മുറിവേൽപ്പിക്കുന്നവരെ, വീട്ടിൽ ഇങ്ങനെ കുറ്റം പറയുന്നവരെ, വീട്ടിൽ ഇങ്ങനെ കണ്ട കാര്യത്തിനൊക്കെ വിമർശിക്കുന്നവരെ, കണ്ണി കാണുന്ന കാര്യത്തിനൊക്കെ ദേഷ്യപ്പെട്ട് മെക്കിട്ട് കയറുന്നവരെ കുറിച്ചൊക്കെ ഒറ്റ കാര്യം ചിന്തിക്കേണ്ടതുള്ളൂ. പറഞ്ഞേക്കല്ലേ, ഒറ്റ കാര്യം മനസ്സിൽ ചിന്തിച്ചേക്കണം. എൻ്റെ ജീവിതത്തിലുള്ളതിനേക്കാൾ ഒരുപാട് മുറിവ് അവർക്കുണ്ട്. പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞു വെച്ചതാ, ഈ മുറിവടക്കാൻ പറ്റുന്ന ഒരു കർത്താവ് നിനക്കുന്നുണ്ടെന്ന്. കാരണം ഈ മുറിവിൻ്റെ പരിസമാപ്തിയിലൂടെ കടന്നുപോയവനാണ് അവൻ. അവനറിയാം നിന്റെ ജീവിതത്തിൽ എന്തേലും മുറിവുണ്ടാകുമെന്ന്. അവനിലേക്കൊന്ന് കൊടുക്കാൻ നീ മനസ്സുണ്ടോ? ഇതില്ലാതെ നീ മെക്കിട്ട് കയറിയും വേദനിപ്പിച്ചും മുറിവേൽപ്പിച്ചൊക്കെ നടന്ന മകനെ മകളെ ആർക്ക് പോയെന്ന് ഒന്ന് ഒടുങ്ങി തീർന്നാൽ മതിയായിരുന്നു ഈ ജീവിതമെന്ന് ബാക്കിയുള്ളവർ നിന്നെക്കുറിച്ച് ചിന്തിക്കലേ. ഒരു ശാപമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു പോകണോ? വേണ്ട. മറിച്ച് ചിന്തിച്ച് തിരിച്ചറിഞ്ഞ് എൻ്റെ കർത്താവിലേക്ക് ഈ അസ്വസ്ഥത സമർപ്പിച്ചാൽ, ഈ വേദന സമർപ്പിച്ചാൽ എൻ്റെ കർത്താവ് അത് ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവർ, അതാൻ പറഞ്ഞു വെച്ചത് കേട്ടോ. ഇതുപോലെ സങ്കടങ്ങളുടെ വേദനകളുടെ മുറിവുണക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ ആന്തരിക മുറിവുകളിലേക്ക് കടന്നു വന്ന നിന്നെ തൊടുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഈ നാളുകളിൽ ചിലപ്പോൾ ചില ധ്യാനങ്ങളൊക്കെ കഴിയുമ്പോൾ അപ്പം തന്നെ ചിലർ സാക്ഷ്യം പറയും, അച്ഛാ ഒരുപാട് പേടിയായിരുന്നു, ഒത്തിരി ആകുലതയായിരുന്നു. ചിലർ വന്ന് പറയും, അച്ഛാ പല കാര്യത്തിലും വല്ലാത്ത ഭയപ്പാടായിരുന്നു, ഇപ്പം എല്ലാം മാറി. ചെറിയ കാര്യത്തിൽ പോലും ഒരു ഓവർ ടെൻഷനായിരുന്നു, ഇപ്പം എല്ലാം മാറി. ഞാൻ ഓർക്കുകയാണ്, സത്യം പറഞ്ഞാൽ കർത്താവിലേക്ക് അത് സമർപ്പിക്കുക. ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് ഒത്തിരിയേറെ ക്ലാസ്സുകൾ കൊടുക്കും. ആന്തരിക സൗഖ്യ ആരാധന കഴിയും. അത് കഴിയുന്നതോടുകൂടി ഒരുപാട് പേര് ഫ്രീ ആയി. മനസ്സെന്തൊരു ഫ്രീ ആയിട്ട് പോകുന്നറിയാവോ? കുട്ടികളുടെ ധ്യാനമൊക്കെ കഴിഞ്ഞ് കടന്നുപോയ ഒത്തിരി കുട്ടികളുടെ മാതാപിതാക്കളെ കണ്ടെത്തിയപ്പോൾ പറയുകയാണ്, ഇപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു ലക്ഷ്യബോധമൊക്കെ കിട്ടിയ പോലെ ഉണ്ട്. ചിലർ പറയാം, മറ്റു ചിലർ പറയാണ്, എന്നായാലും ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒരു ധൈര്യമൊക്കെ കിട്ടി അച്ഛാ, വല്ലാത്ത പേടിയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, എത്ര സുന്ദരമായിട്ടാണ് കർത്താവ് ഓരോ മക്കളുടെ ജീവിതത്തിലേക്ക്, അവരുടെ വേദനകളിലേക്ക് അവർ വിളിക്കുമ്പോൾ കടന്നു ചെല്ലുന്നതെന്ന്. ശിഷ്യപ്രമുഖനായ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിന് എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കലെന്നൊക്കെ അത്ര വീമ്പടിച്ച പത്രോസാ ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ പോലും പതറിപ്പോകുന്ന സങ്കടം നമ്മൾ കാണുകയല്ലേ. പക്ഷേ 2 പ്രാവശ്യം കോഴി കൂകുന്ന നിമിഷത്തിൽ കർത്താവ് തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട് പത്രോസിനെ. ചങ്ക് തകർന്നു പോയി മനുഷ്യൻ്റെ, വാവിട്ട് കരയാ, ഈ കണ്ണിക്കൂടെ ഇങ്ങനെ ചാലുകീറി കണ്ണീരൊഴുക. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ആ പത്രോസിന് വലിയൊരു വേദനയുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇത്രയും കൂടെ നടന്നിട്ടും ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞല്ലോ. സങ്കടമാണ് പത്രോസിന്. പിന്നെ നിങ്ങൾ ചിന്തിച്ചോണം, ഉദ്ധാനത്തിനൊക്കെ ശേഷം കണ്ടെത്തുമ്പോൾ പത്രോസിൻ്റെ വേദന എന്നായിരിക്കും? ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. കർത്താവേ, അന്നേരം അങ്ങ് പറ്റിപ്പോയതാണെന്നൊന്നും പറയാൻ പറ്റിയില്ല. എന്തൊരു വേദന ആയിരിക്കില്ല മനുഷ്യന്. ആ സങ്കടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ നൊമ്പരം മുഴുവൻ അറിയുന്ന കർത്താവാണ് പത്രോസിനോട് ചോദിക്കുക, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എത്ര പ്രാവശ്യമാണ് ചോദ്യം ഓർത്ത് നോക്കിയേ? 3 തവണ ചോദിക്കുക. ഒരു കൊച്ചു പിള്ളേരോടൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുന്ന കണക്ക് ഈശോ ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒറ്റ ഉത്തരവുള്ളൂ, കർത്താവേ. 3ാമത്തെ ചോദ്യത്തിന് പത്രോസ് പതറിപ്പോയി. വാവിട്ട് നിലവിളിച്ച മനുഷ്യൻ പറയും, കർത്താവേ, നീ എല്ലാം അറിയുന്നുണ്ട്. എന്തിനാ ഈ 3 ചോദ്യം? ഒന്നുമല്ല, 3 തള്ളിപ്പറഞ്ഞവന് 3എങ്കിലും ഒന്ന് ഏറ്റു പറഞ്ഞാലേ ഒരല്പം ആശ്വാസമാവുള്ളൂ. നല്ലൊരാശ്വാസം അവൻ്റെ മനസ്സിലേക്കൊന്ന് കൊടുക്കാനാണ് കർത്താവ് ഈ 3 ചോദ്യം ആവർത്തിക്കുന്നെന്ന് ഞാൻ പറഞ്ഞു വെക്കുക. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കുഞ്ഞു നൊമ്പരം പോലും അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന. പക്ഷേ വെറുതെ ബുദ്ധിക്കോ
നമ്മുടെ മാനുഷിക ചിന്തകൾക്കോ ഒന്നും ഉള്ളിൽ അവനെ തളച്ചിട്ടേക്കരുത് കേട്ടോ. അവിടെ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. മറിച്ച് എൻ്റെ ജീവിതത്തെ അവൻ്റെ മുറിവുകളിലേക്കൊന്ന് ചേർത്ത് വെക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന തിരസ്കരണങ്ങളെ, നൊമ്പരങ്ങളെയൊക്കെ കർത്താവിലേക്കൊന്ന് ചേർത്ത് വെക്കണം. ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് മനസ്സിന് ശാന്തത പകരുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് എന്ന് 125 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു ചിന്ത ആവാഹിക്കാം. നമ്മുടെ ഹൃദയത്തെ ദൈവിക ചൈതന്യത്താൽ നിറയ്ക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ മുറിവുകളെ മുഴുവൻ സമർപ്പിച്ച് സൗഖ്യപ്പെടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിൻ്റെ ജീവിതത്തെ മുഴുവനും അവിടുത്തെ മുറിവുകളോട് ചേർത്ത് വെച്ച് സൗഖ്യപ്പെടുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഏത് വിഷമതകളുണ്ടോ, സങ്കടമുണ്ടോ, നിരാശപ്പെട്ട അനുഭവമുണ്ടോ, അതൊക്കെ ഇത് കർത്താവിലേക്ക് കൊടുത്തേ. ജീവിക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്. എൻ്റെ മുമ്പിൽ കാണുന്ന ഈ തിരുവോസ്തി ജീവിക്കുന്ന യേശുവാണ്. ആ ബോധ്യത്തോടെ ആ കർത്താവിന് മുമ്പിൽ നിലവിളിച്ചാൽ മതി. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നും ഇല്ലെന്ന് പരിശുദ്ധ അമ്മ കണക്ക്, വിശുദ്ധരെ രക്തസാക്ഷികളെ കണക്ക് വിശ്വസിക്കണം. വിശ്വസിച്ച് ഹൃദയപരമാർത്ഥതയോടെ വെറുപ്പും നീരസവും അസ്വസ്ഥതയും നിന്റെ ജീവിതത്തിന് ആസക്തികളും ഒക്കെ മാറ്റിവെച്ച് ആ ദൈവത്തെ ഒന്ന് വിളിച്ച് കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ മുറിവ് മുഴുവൻ ഉണക്കുന്ന ഒരു സമയമാണ്. വിശ്വസിച്ചോ, ആന്തരിക സൗഖ്യം നൽകുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. ഈ നിമിഷം ഈശോ ആശീർവദിക്കുന്ന സമയം നിന്റെ ജീവിതത്തിന് മുഴുവൻ മുറിവ് ഉണങ്ങും. മകനെ മകളെന്ന് വിശ്വസിച്ച് ഈശോ തിരുരക്തം കൊണ്ട് തന്നെ കഴുകി പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമെന്ന് ഹൃദയത്തിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ 2 കർത്താവിലേക്ക് വരട്ടെ, 2 കൈകൾ ഉയരട്ടെ. യേശു നിന്റെ ജീവിതത്തെ തൊടുന്ന സമയം വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിനൊന്ന് തൊട്ടെ, നീ സുഖപ്പെടും. ഈ നിമിഷങ്ങളിൽ ഓരോ മക്കളും നിൽക്കുന്നിടത്ത് ഏത് മീഡിയയുടെ മുമ്പിലാണെന്ന് നിൽക്കുന്നത്, ആ തിരുവോസ്തിയിലുള്ള ഈശോയെന്ന് തൊട്ടെ. ആ തിരുവോസ്തിയുള്ള ഈശോ വിശ്വസിച്ചും തൊട്ടെ. തൊടുന്ന ക്ഷണത്തിൽ ഒരു പ്രത്യേക അനുഭവം നിൻ്റെ മനസ്സിലേക്ക് നിറയും, നിൻ്റെ ജീവിതത്തിലേക്ക് നിറയും. നിൻ്റെ മനസ്സ് സുഖം പ്രാപിക്കുന്നതോടൊപ്പം നിൻ്റെ ശരീരം മുഴുവൻ കർത്താവ് സുഖപ്പെടുത്തും. നിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടും. നിൻ്റെ കുടുംബത്തിലേക്ക് നീ ഒന്ന് കൈ നീട്ടിക്കേ. നിൻ്റെ വലത് കൈ കർത്താവിനെ ഒന്ന് സ്പർശിച്ച് ഈ നിമിഷം നിൻ്റെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. മക്കള്, മറ്റുള്ളവർ, അവരെല്ലാം കൈകളിൽ നിന്ന് ഓർത്ത്, അവരെല്ലാവരെയും മനസ്സിൽ നിന്ന് ഓർത്ത് കൈകളിൽ നിന്ന് വഹിച്ച് കർത്താവ് എല്ലാവരെയും തൊടും. എല്ലാവരെയും തൊടും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇതാ ജീവിക്കുന്ന ദൈവം തൻ്റെ കൈകൾ നിന്റെ ജീവിതത്തിൻ്റെ മേലെ ഉയർത്തുന്നു, നിന്റെ കുടുംബത്തിന് മേലെ ഉയർത്തുന്നു. നിന്റെ സങ്കടങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, ആന്തരിക മുറിവുകളിലേക്ക് ദൈവശക്തി ഇതാ വ്യാപരിക്കുന്നു. എല്ലാവരും യേശുവിൻ്റെ നാമത്തെ ശക്തിയോടെ വിളിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ മുറിവണക്കുന്നവനെ, സൗഖ്യം പകരുന്നവനെ, ശക്തി പകരുന്നവനെ, ചൈതന്യം പകരുന്നവനെ, ജീവിക്കുന്ന കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ആന്തരിക മുറിവുകൾ ഉണക്കണമേ. മനസ്സിന്റെ വേദനകൾ നീക്കണമേ. ദുഃഖഭാരം നീക്കണമേ. കുറ്റബോധം നീക്കണമേ. ആത്മഹത്യാ ചിന്തകൾ നീങ്ങിപ്പോകട്ടെ. കുടുംബത്തെ മനസ്സിനെ ബന്ധിച്ചിരുന്ന ഭയത്തിന്റെ അടിമത്തം വിട്ടുമാറി പോകട്ടെ. മക്കളുടെ പഠന മേഖലകൾ അലട്ടുന്ന ഭയത്തിന്റെ അടിമത്തം വിട്ടുമാറി പോകട്ടെ. ഓരോ ഇന്റർവ്യൂകളിലും പരീക്ഷകളിലും പങ്കെടുക്കുമ്പോൾ മനസ്സിനെ അലട്ടുന്ന ഭയത്തിന്റെ അരൂപി യേശുനാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. അമിതമായ ആകുലതകളുടെയും അസ്വസ്ഥതകളുടെയും എല്ലാ നിരാശകളുടെ അനുഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ ദിവ്യകാരുണ്യ ആശീർവാദത്താൽ ഇപ്പോൾ തന്നെ നീങ്ങിപ്പോകട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.